സർവകൃപാലയ കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലേവ്യ പുസ്തകം 26-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യപ്രകാരം പറയുന്നു, ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. ഞാൻ നിങ്ങൾക്ക് ദൈവവും നിങ്ങൾ എനിക്ക് ജനവുമായിരിക്കും. നിങ്ങൾ മിസ്രയീമ്യർക്ക് അടിമകളാകാതിരിപ്പാൻ അവരുടെ ദേശത്തുനിന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്ന് നിങ്ങളുടെ ദൈവമായ യഹോവ ഞാനാകുന്നു. ഞാൻ നിങ്ങളുടെ മുഖക്കൈകളെ ഒടിച്ച് നിങ്ങളെ നിവർത്തി നടക്കുമാറാക്കുന്നു. പ്രൈസ് ഗോഡ്. ഈ പൽക്കാലം അത് ദൈവത്തിൻ്റെ തിരുവെഴുത്ത് പ്രകാരം വിളിച്ചു പറയുന്നു. ആമേൻ. ഞാൻ നിങ്ങളുടെ നടുവിൽ ഉണ്ടാ. ആമേൻ. ഞാൻ നിങ്ങളെ തള്ളിക്കളയുന്ന ദൈവമല്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആമേൻ ഈ പകൽക്കാലം ശക്തമായി ഇടപെട്ട് പറയുന്നു, ഞാൻ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാ. ആമേൻ. നമ്മുടെ ദൈവം നമ്മളോട് കൂടെ നടക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മെ കൈവിട്ട് കളയാത്ത ഒരു ദൈവം നമുക്കുണ്ട്. നമ്മളെ ഉപേക്ഷിച്ച് കളയാത്ത ഒരു ദൈവം നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ട്. മറ്റുള്ളവർ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഇടയിൽ നമ്മുടെ ദൈവമില്ല എന്ന് പറയുന്നവരുടെ നടുവിൽ ഇന്ന് പകൽ തിരുവെടുത്ത് പറയുന്നു, ഞാൻ നിങ്ങളുടെ ഇടയിൽ ആമേൻ ഉണ്ടാ. ഞാൻ നിങ്ങളുടെ ദൈവമായിരിക്കുന്ന യഹോവയാകുന്നു. ആമേൻ. ഹല്ലേലൂയ. എൻ്റെ ജനം ആമേൻ ഇന്ന് പകൽക്കാലം അത് തിരുവെടുത്ത് പറയുന്നു, ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. ഞാൻ നിങ്ങൾക്ക് ദൈവം, നിങ്ങൾ എനിക്ക് ജനവുമായിരിക്കും. അത് ദൈവം നമ്മുടെ ഇടയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ഞാൻ നിങ്ങൾക്ക് ദൈവം, നിങ്ങൾ എനിക്ക് ജനവുമായിരിക്കും. ആമേൻ. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്ന് പകർക്കാല ആ ഒരു ഭാഗ്യ അവസ്ഥ നമുക്ക് ലഭിക്കാനുണ്ടായ ഏറ്റവും വലിയ കാരണം യേശു ക്രിസ്തുവിൻ്റെ കാൽവരി മരണം കൊണ്ടാണ്. ആമേൻ. ഹല്ലേലൂയ. യഹോവയുടെ സാന്നിധ്യം നാം അനുഭവിപ്പാൻ തക്കൊണ്ട് പിടിയായി തുറന്നതോ അവൻ്റെ ജനമായി നമ്മെ തിരഞ്ഞെടുക്കാനുണ്ടായതിൻ്റെ സാഹചര്യം യേശു ക്രിസ്തുവിൻ്റെ കാൽവരിലെ മരണം കൊണ്ട് നമുക്കൊരു പേര് ലഭിക്കുവാൻ തക്കൊണ്ട് പിടിയായി തുറന്നു. അതേ ക്രിസ്ത്യാനികൾ എന്നുള്ള പേര് ലഭിക്കാൻ ഇടിയായി തുറന്നതിൻ്റെ ഏറ്റവും വലിയ കാരണം ക്രിസ്തുവിൻ്റെ കാൽവരി മരണം കൊണ്ടാണ്. അവൻ നാം ക്രിസ്ത്യാനികൾ എന്നറിയപ്പെടാൻ ഇടിയായി തുറന്നതിൻ്റെ കാരണവും യേശു ക്രിസ്തുവിൻ്റെ മരണം കൊണ്ടാണ്. ആമേൻ. അങ്ങനെ നമുക്ക് നൽകപ്പെട്ട നല്ലൊരു പേരുണ്ടോ. ആമേൻ. ദൈവം തൻ്റെ ജനത്തോട് നടുവിലുണ്ടോ. ആമേൻ. ഹല്ലേലൂയ. നിങ്ങൾ എനിക്ക് ജനമായിരിക്കും, ഞാൻ നിങ്ങൾക്ക് ദൈവമായിരിക്കുമെന്ന് തിരുവെടുത്ത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മിസ്രയീമിൻ്റെ മുഖക്കൈകളോ നിങ്ങളുടെ മേൽ നിന്ന് ഞാൻ ഒടിച്ചു കളയുമെന്ന് തിരുവെടുത്ത് വിളിച്ചു പറയാം. നിങ്ങൾ നിവർന്ന് നിൽക്കാൻ കഴിയാതെ പലപ്പോഴും ശത്രു നിങ്ങളുടെ മേൽ അത് മുഖം കൊണ്ടിട്ടോ നിങ്ങളെ കുനിച്ചു നിർത്തിക്കളഞ്ഞൊരു മണ്ഡലമുണ്ടോ. ജീവിതത്തിൽ ഒരിക്കലും അവയെ നിവർന്ന് നിൽക്കാൻ കഴിയത്തില്ല. ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയ അവസ്ഥയാണോ, അത് എങ്ങനെ മുന്നോട്ട് പോകും, ചലിക്കാൻ കഴിയാത്ത അവസ്ഥയെന്നും പറഞ്ഞ് പലപ്പോഴും നാം ഒരു മടിയനെ പോലെ മാറി നിൽക്കുന്ന അവസ്ഥയുടെ നടുവിലോ ഇന്ന് ഈ നിമിഷം ഞങ്ങൾ കേൾക്കുന്ന ഈ നിമിഷം തിരുവെടുത്ത് ദൈവജനത്തോട് പറയട്ടോ. നിന്റെ മേൽ ശത്രു കൊണ്ടുവച്ചിരുന്ന ഇല്ലേ മിസ്രയീമിൻ്റെ മുഖക്കൈകളെ ഒടിച്ചു കളഞ്ഞ് നിന്നെ സ്വതന്ത്രനാക്കുന്നൊരു ദൈവം ഈ പകൽക്കാലം ജീവിതത്തിലുണ്ടോ. പലപ്പോഴും നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല, പലപ്പോഴും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ നമ്മുടെ തോളിമേലിരിക്കുന്ന ഈ മിസ്രയീമിൻ്റെ മുഖം എന്ന് പറഞ്ഞാൽ മിസ്രയീമിൽ നിറങ്ങപ്പെട്ടപ്പോൾ മുതൽ നാം ഒരു മുഖം ചുമക്കാൻ തുടങ്ങിയതാ. നാം ആ മുഖമായി മുന്നോട്ട് യാത്ര ചെയ്യുവാൻ ഒരിക്കലും നമ്മുടെ ദൈവം അനുവദിക്കത്തില്ല. അതുകൊണ്ട് ആ ദൈവം പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ നടുവിലുണ്ടോ. ഞാൻ നിങ്ങളുടെ ദൈവമാണ്, നിങ്ങൾ എനിക്ക് ജനമാണ്. അങ്ങനെയെങ്കിൽ അവൻ്റെ ജനത്തിൻ്റെ മേൽ ശത്രു ഒരായുധം കൊണ്ടുവയ്ക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കാതെ വേണം. അതിനെ ഒടിച്ചു കളഞ്ഞ് വലിയൊരു ദൈവപ്രവൃത്തി ദൈവമക്കളുടെ നടുവിൽ വെളിപ്പെടുത്തി നിങ്ങളെ മാനിക്കാൻ കഴിയുന്നൊരു ദൈവം ഈ പകൽക്കാലം നമ്മുടെ ജീവിതത്തിലുണ്ടോ. അത് മിസ്രയീമിൻ കൊണ്ടിട്ട് അടിമത്തത്തിൻ്റെ മുഖം ഇന്ന് പകൽ ഒടിച്ചു കളഞ്ഞോ. നിനക്ക് നിവർന്നിക്കാൻ കഴിയാത്ത അവസ്ഥ ജീവിതത്തിൽ വന്നോ. ഇന്ന് സ്വർഗത്തിലെ ദൈവം പറയുന്നു, ഈ തിരുവെടുത്ത് കേൾക്കുന്ന നിമിഷം തന്നെ നിന്നെ നിവർത്തി നിർത്തുന്ന ഒരു ദൈവമുണ്ടോ. ഒരു ദൈവം അതിൽ ഒരിക്കലും ആരുടെയും മുമ്പിൽ നീ കുനിഞ്ഞു നിൽക്കേണ്ട വ്യക്തിയല്ല, നീ ആരുടെയും മുമ്പിൽ തകർക്കപ്പെടേണ്ട വ്യക്തിയല്ല, നീ ആരുടെയും മുമ്പിൽ അടിമയായി നിൽക്കേണ്ട വ്യക്തിയല്ല. ഇന്ന് പകൽക്കാലം സ്വർഗത്തിൻ്റെ കരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവൻ നിന്നെ നിവർത്തി നിർത്തുമാറാക്കുന്ന ദൈവമാണെന്ന് ഈ തിരുവെടുത്ത് വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവമക്കൾ ശക്തമായി നിങ്ങൾ ഓർത്തു നോക്കുക. എൻ്റെ ജീവിതത്തിൽ
ജീവിതം ആമേൻ ഹല്ലേലൂയ തകർക്കപ്പെടുമെന്നും തകർന്നു പോകുമെന്നും ശത്രു പല ആവർത്തി വിളിച്ചു പറഞ്ഞിട്ടും അവിടെ ഒന്നും എൻ്റെ ദൈവം എന്നെ തകർത്ത് കളയാതെ അവൻ്റെ മിസ്രയീമിൻ്റെ നുകക്കൈകളെ തകർത്ത് കളഞ്ഞു വിടിവിച്ചെടുത്തൊരു ദൈവം ഈ പകൽക്കാലം നമ്മുടെ ജീവിതത്തിലല്ലേ. ഈ ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിന്റെ മേൽ ശത്രു കൊണ്ടുവച്ചിരിക്കുന്ന ആയുധങ്ങളോ ഇന്ന് അവൻ ഒടിച്ചു കളഞ്ഞോ നിന്നെ നിവർത്തി നിർത്തുവാൻ പലരുടെയും മുമ്പാകെ നിർത്തുവാൻ കഴിയുന്ന ഒരു ദൈവം നമ്മുടെ ജീവിതത്തിലുണ്ടോ? അത് ഏറ്റെടുക്കുവാൻ എത്ര പ്രിയപ്പെട്ടവർ തയ്യാറാണ്? എൻ്റെ ദൈവം എന്നെ വിടുവിച്ച അത് ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ചെന്നുള്ള ഉറപ്പ് പ്രാപിച്ചുകൊണ്ട് ഈ പൽക്കാലം നമുക്ക് മുന്നോട്ട് വന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ആമേൻ ഹല്ലേലൂയ, മിസ്രയീമിൻ്റെ നുകക്കൈകൾ എൻ്റെ മേൽ നുടിച്ചു കളഞ്ഞോ. പലപ്പോഴും എനിക്ക് നിലനിൽക്കാൻ കഴിയാതെ ഞാൻ തകർക്കപ്പെട്ടൊരവസ്ഥയുടെ നടുവിൽ നിന്നും സ്വർഗത്തിലെ ദൈവം ഈ പൽക്കാലം എന്നെ വിടുവിച്ചെടുത്ത ദൈവത്തിൻ്റെ വൻകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യട്ടോ. ശത്രുവിൻ്റെ ആധിപത്യത്തിൽ നിന്നും സ്വർഗത്തിലും എന്നെ വിടുവിച്ചെടുത്ത് മാനിക്കുന്നൊരു കർത്താവ് ഈ ആമേൻ ഈ ഞങ്ങൾ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഈ വചനത്തിന് മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കുക. നിന്റെ മേൽ വെച്ചിരിക്കുന്ന ശത്രുവിൻ്റെ നുകക്കളി ഒടിച്ചു കളഞ്ഞ് ഞാൻ ആദരിക്കും, വിടുവിക്കും, പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം സർവശക്തൻ്റെ കരങ്ങൾ ഏൽപ്പിക്കാം. കൃപയുടെ മറിൽ കർത്താവ് നമ്മളെ മറയ്ക്കും. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ.